സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്തതിനെ ചൊല്ലി കയ്യാങ്കളി 2027 പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു വാർത്ത തന്നെയാണല്ലേ. ചൊവ്വാഴ്ച കൊച്ചിയിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിലായിരുന്നു സംഭവം. ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ സഹോദരങ്ങളും ചിക്കിംഗ് മാനേജറും തമ്മിലാണ് പ്രശ്നങ്ങളുണ്ടായത്. രാഗിൻ ചേർന്നു വിശദാംശങ്ങളുമായി. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഇത്തരം ചില വാർത്തകളൊക്കെ പങ്കുവയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ തോന്നും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മുടെ നാട്ടിൽ അടി നടക്കുന്നത് എന്ന്. ജില്ല തിരിച്ചുള്ള ചില വിശകലനങ്ങളൊക്കെയും ഇക്കാര്യത്തിൽ നടക്കാറുണ്ടെങ്കിലും ഇത് കൊച്ചിയിലാണ് സംഭവിച്ചത് അല്ലേ? വിശദാംശങ്ങൾ എന്തൊക്കെ രാഗിൻ? എന്തിനായിരുന്നു ഈ തല്ല്? മോത്തി, ഗുഡ് മോർണിംഗ്. അതായത് ഈ കൊച്ചിയിൽ +1 മീറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ കൊച്ചിയിലെത്തിയത്. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയപ്പോൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറവാണെന്നത് കണ്ടു. ഇത് ചോദ്യം ചെയ്യുകയാണ് ഇവർ ചെയ്തത്, വിദ്യാർത്ഥികൾ ചെയ്തത്. ആദ്യം സ്റ്റാഫിനോട് പറഞ്ഞു. അതിനുശേഷമാണ് മാനേജർ ഇടപെടുന്നത്. മാനേജർ ഇടപെടുകയും പിന്നീട് അത് തർക്കമാവുകയും ചെയ്തു. തുടർന്ന് മാനേജർ അടുക്കളയിൽ നിന്ന്, കിച്ചൺ ഭാഗത്ത് നിന്ന് കത്തിയുമായി എത്തി വിദ്യാർത്ഥികൾക്ക് നേരെ വീശി എന്നതാണ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം. അതിനുശേഷം വിദ്യാർത്ഥികളെ തള്ളുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. തുടർന്ന് വിദ്യാർത്ഥികൾ അവരുടെ സഹോദരങ്ങളെ വിളിക്കുകയായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ തുടർന്ന് വീണ്ടും കയ്യാങ്കളി ഉണ്ടായി. അപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത് കത്തി ഉപയോഗിച്ച് മാനേജർ വീശുകയും കുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അത് തടയുകയും അത് പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തതെന്നാണ്. എന്നാൽ മാനേജർ പറയുന്നത് തന്നെ മർദ്ദിച്ചു, തന്നെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പോലീസിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും 2 കൂട്ടരുടെയും പരാതി എറണാകുളം സെൻട്രൽ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. ഈ 2 പരാതികളിലും കേസെടുത്തിട്ടുണ്ട് പോലീസ് സംഘം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും മാനേജർ വിദ്യാർത്ഥികൾക്ക് നേരെ ഈ കത്തി വീശുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നതാണ് ഇവർ പറയുന്നത്. അതേസമയം ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്തു എന്ന കാര്യം ഇരു കൂട്ടരും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവമാണ് ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ 2 സംഭവങ്ങളിൽ, 2 പരാതികളിലും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്.